ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒത്തുപള്ളി ബഷീർ. ഞങ്ങളിപ്പോൾ ഉള്ളതേ കേരള വനംവകുപ്പിൻ്റെ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ഇക്കോ ടൂറിസത്തിലാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പല റീൽസിലും സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഈ പിറകിൽ കണ്ടൽക്കാടുകളിലൂടെയുള്ള ഈ അതിമനോഹരമായ ബോട്ട് യാത്ര നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളിവിടെ വന്നു 5 മണിക്ക് ടിക്കറ്റ് ക്ലോസ് ചെയ്യും. ഞങ്ങൾ 5:08 ഇവിടെ എത്തിയത്, 70 കിലോമീറ്റർ താണ്ടി. നമുക്കിതിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സങ്കടമുണ്ട്. പിന്നീട് ഒരിക്കലും നമ്മൾ അതിമനോഹരമായിട്ടൊരു വീഡിയോയുമായി വരും. ഈ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഇതുപോലുള്ള ബോട്ടിൽ അതിമനോഹരമായി ഒരു 1.5 മണിക്കൂർ. അവർ 8 മണിക്ക് തുറക്കാറുള്ളത് ഇത് ഓപ്പൺ മാത്രമല്ല, അപ്പൊ യാത്ര അല്ല. ആൾക്കാർ വരികയും അപ്പോൾ കണ്ടു പോകുന്ന ദിവസത്തിൽ ഇങ്ങനെ ചുറ്റുക. കണ്ടൽക്കാട് കാണുന്ന നിർബന്ധം ആൾക്കാർ വെള്ളം വെയിൽ എടുക്കാൻ മറ്റേ റൗണ്ട് അടിച്ച് 1 മണിക്കൂർ നേരം, 1 മണിക്കൂറിന് 1000 രൂപ, 1.5 മണിക്കൂർ നേരത്തെ 2 മണിക്കൂറിന് 1600. അപ്പോൾ ഞങ്ങളിപ്പോ 5:08 എത്തിയത്. ഇപ്പൊ കയറാൻ പറ്റില്ല. അപ്പൊ ഇനി അടുത്ത ആഴ്ച വരാം. 28 വരെ ഇവിടെ പോയിക്കൊടുത്തിട്ടുണ്ട്. സാധാ അതിന്റെ മുന്നേ ആദ്യം എഴുതിയിട്ടാണ്. ഓൺലൈൻ ബുക്കിംഗ് ഇല്ലല്ലേ? ഓൺലൈൻ ബുക്ക് ഉണ്ട്. ഉണ്ടോ? അപ്പൊ ശരി, കാണാം. ചേട്ടന്റെ പേര്? കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലപ്പുറം ജില്ലയോട് അതിർത്തി പങ്കിടുന്ന കടലുണ്ടിയിലെത്താം. കേരളത്തിലെ അതിമനോഹരമായ തീരദേശ പ്രദേശങ്ങളിലൊന്നാണ് കടലുണ്ടി. പക്ഷി സങ്കേതവും ബീച്ചുകൊണ്ടും പ്രശസ്തമാണ്. നൂറുകണക്കിന് ദേശാടന പക്ഷികൾ ഇവിടെ വിരുന്നെത്താറുണ്ട്. നവംബർ മുതൽ ഏപ്രിൽ വരെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് കടലുണ്ടി. നിശബ്ദവും ശുചിത്വവുമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിലൊന്ന്. നദിയും കടലും കൂടുന്ന ഭാഗത്താണ് കടലുണ്ടിയുടെ ആ പഴയ പാലം സ്ഥിതി ചെയ്യുന്നത്. അതിനടിയിലൂടെയാണ് ബോട്ട് യാത്ര കണ്ടൽക്കാടുകൾ വഴി. ബോട്ട് യാത്രകൾക്ക് പുറമെ പക്ഷി നിരീക്ഷണത്തിനും ഫോട്ടോഗ്രാഫിക്കും പറ്റിയ കേരളത്തിലൊരു അതിമനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് കടലുണ്ടി.